പാലക്കാട് തൃത്താലയിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് മുറുകുന്നു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ സഹോദരന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടും. അബ്ദുൾ മജീദ് എന്ന ബാവയാണ് വാർഡ് 12 മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലാണ് ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും ചില നേതാക്കളുടെയും ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിന്റെ പക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസം അബ്ദുൾ മജീദിന്റെ വീട്ടിൽ കൂടിയ യോഗത്തിലാണ് സ്വതന്ത്ര നിലപാടെടുക്കാൻ തീരുമാനം കൈക്കൊണ്ടത്. കെ മുഹമ്മദിന്റെ സഹോദരൻ കൂടിയാണ് അബ്ദുൾ മജീദ്. അബ്ദുൾ മജീദ് ഇന്നലെ വരണാധികാരിക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ള ധാരണ ലംഘിച്ചതും തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് കെ മുഹമ്മദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിലേക്ക് നയിച്ചത്. ന്യൂസ് 18 തൃത്താല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകര നഗരസഭയിലെ കുട്ടപ്പന വാർഡിലെ സ്ഥാനാർത്ഥി യുവവക്കീലാണ്. കോടതി വ്യവഹാരങ്ങളും ജനസേവനങ്ങളും തനിക്ക് ഒരേ സമയം വഴങ്ങുമെന്ന് ഒരിക്കൽ തെളിയിച്ചിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് അനിത. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയെ അഡ്വക്കേറ്റ് അനിത മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. അത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് അനിത ഇത്തവണ ജനവിധി തേടുന്നത് നെയ്യാറ്റിൻകര നഗരസഭയിലാണ്. കൂട്ടപ്പന വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് അനിതയ്ക്ക് കോടതി വ്യവഹാരങ്ങളുടെ തിരക്കും ജനസേവനവും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഇതിനോടകം തെളിയിച്ചിരുന്നു. 11 വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് എത്തിയിട്ട് ഇപ്പോൾ 5 വർഷം കംപ്ലീറ്റ് ആയി. രണ്ടും കൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. രണ്ടും അഡ്വക്കേറ്റ് പ്രൊഫഷനായാലും ഏകദേശം ഒരു പൊതുപ്രവർത്തനം പോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ നിയമത്തിലൂടെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തൊരു മേഖലയാണ്. അത് തന്നെയാണ് മറ്റ് ഒരു സേവന രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും അത് തന്നെയാണ്. ഇപ്പോൾ പഞ്ചായത്തിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്ന സമയത്തായാലും ഒരുപാട് പേരുടെ അത് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളായാലും ശരി തന്നെയാണ്, വലിയ കാര്യങ്ങളായാലും ശരി തന്നെയാണ്. ആ ഒരു സത്യത്തിൻ്റെ വഴിയിലൂടെ ചെയ്തു കൊടുക്കാനായിട്ട് ഈ ഒരു അഡ്വക്കേറ്റ് കുപ്പായം എനിക്ക് ഏറെ സഹായിച്ചിട്ടുണ്ട്. ഒരു പതിറ്റാണ്ടിലധികമായി നെയ്യാറ്റിൻകര കോടതിയിലെ സജീവ അഭിഭാഷകയാണ് അനിത. അതിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ ഉപാധ്യക്ഷ എന്നതിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് വിശ്വാസം തന്നെയാണ് അനിതയെ നെയ്യാറ്റിൻകര നഗരസഭയിലെ സ്ഥാനാർത്ഥിത്വത്തിന് തെരഞ്ഞെടുത്തത്. നിലവിലെ കൂട്ടപ്പന വാർഡിന്റെ BJP കൗൺസിലറായ മഹേഷിന്റെ ഭാര്യ LK സുപ്രിയയാണ് ഇത്തവണ NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി I ബിന്ദുവും മത്സര രംഗത്തുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പാലക്കാട് തൃത്താലയിൽ LDFൽ ഭിന്നത. ആനക്കര പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. 5 സ്ഥാനാർത്ഥികൾ വാരണാധികാരിക്ക് മുൻപാകെ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് തൃത്താല മണ്ഡലത്തിലെ ആനക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് വിഭജനത്തിലെ അതൃപ്തി പരസ്യമായി. പഞ്ചായത്തിൽ CPI തനിച്ചു മത്സരിക്കും. 5 വാർഡുകളിലാണ് CPI സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. LDFുമായി സഹകരിച്ച് 7, 8, 9